ഇപ്പോൾ നമ്മൾ കാണുന്നത് പിന്നെ ഇടുക്കി ജില്ലയിലെ രാമക്കൽമേടെന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ രാമക്കൽമേടിൻ്റെ മുകളിലെത്തി ഇവിടെ ഒരു കുറവനും കുറത്തിയൊരു പിന്നെ ശില്പമൊക്കെ ഉണ്ട്. കാനായി കുഞ്ഞിരാമൻ്റെ ആണെന്നാണ് പറയുന്നത്. അതോ ഇനി വേറെ ആണോ എന്നറിയില്ല. എന്താണ് അതിൻ്റെ ബേക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്, അത് കാണിക്കാം ഈ വീഡിയോയിൽ. ഇതാണിപ്പോൾ നമ്മൾ കാണുന്നത്. താഴെ അങ്ങോട്ട് കാണുന്ന ദൂരെയാണ്, അത് കമ്പമാണ് സ്ഥലം. കാണുന്നുണ്ടോ എന്താണെന്ന് അറിയില്ല, ഒരു മഞ്ഞ് മാതിരിയാണ് കാണുന്നത് നമുക്ക്. ഇതാ അപ്പുറത്താ കാണുന്ന മലയിലൊക്കെ പിള്ളേർ കയറിയിട്ടുണ്ട്. നമുക്ക് അവിടെയൊക്കെ നടന്നു കയറാനുള്ള ഇതില്ലിപ്പോൾ. ഇത് മുഴുവൻ അവിടെ മുകളിൽ ജീപ്പ് റൈഡിങ് ഉണ്ട്. അങ്ങ് മുകളിൽ ഓഫ് റോഡ് ജീപ്പ് റൈഡിങ് ആണ്. അതോ മുകളിൽ നിന്ന് ഇങ്ങനെ ജീപ്പ് വരുന്നുണ്ട്, കാണാൻ പറ്റുമോ എന്തോ. ആ മലമുകളിലെല്ലാം ടൂറിസത്തിൻ്റെ ഇതാണ്. രാമക്കൽമേട് എന്നാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇന്ന് അവധി ദിവസം അല്ലാത്തതുകൊണ്ട് ഇവിടെ ആൾക്കാർ വളരെ കുറവാണ്. എങ്കിലും അത്യാവശ്യം ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ കഴിയാത്ത മാതിരി ജനങ്ങളായിരിക്കും. ഇന്ന് നല്ല ഭയങ്കര തണുപ്പും കാറ്റുമൊക്കെയാണ് പല സമയത്തും. ഇപ്പോൾ ഇവിടെ നിന്നുള്ള നമ്മൾ ഇപ്പോൾ ഇനിയും തിരിഞ്ഞു കഴിഞ്ഞാൽ ആ ശില്പത്തിലേക്കാണ് പോകുന്നത്. ഇതാണ് ശില്പത്തിൻ്റെ ഇതാണ് ആ ശില്പം. കുറവനും കുറത്തി എന്നാണ് പറയുന്നത്. ഇവിടെ ഇടുക്കി ടൂറിസത്തിൽ എനിക്ക് ഈ ഭാഗം വളരെ ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് രാമക്കൽമേട്. ഇതിനകത്തൊരു സ്ത്രീയും ഒരു പുരുഷനും ഒരു കുട്ടിയും, കയ്യിൽ ആ പുരുഷൻ്റെ കയ്യിലൊരു കോഴിയുണ്ട് ആ ശില്പത്തിൽ. അതാണ് ഇത്. ഇപ്പോൾ പുതിയതായിട്ട് ഗവൺമെൻറ് വെച്ച് കൊടുത്തതാണ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട്. പിള്ളേർ വരുന്നവർക്ക് ഇതാ ഇടുക്കി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസം കേരള ഇടുക്കി വൈബ്സ്. ഇപ്പോൾ ആ പാട്ടൊക്കെ പുതുതായിട്ട് വെച്ചതാണ്. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. മഴ കഴിഞ്ഞ സമയത്ത് വരികയാണെങ്കിൽ കുറച്ചുകൂടെ ഗ്രീനറി ആയിരിക്കും. ആ മഞ്ഞുമാരി കാണുന്നിടം മുഴുവൻ തമിഴ്നാടാണ്, കമ്പം. പിള്ളേരൊക്കെ ഒരേ കളർ ഷർട്ടൊക്കെ ഇട്ടിട്ട് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, കുറവൻ്റെയും കുറത്തിയുടെയൊക്കെ. ഇതാണ് ഇവിടുത്തെ മെയിൻ രാമക്കൽമേട്ടിലെ മെയിൻ ആകർഷണം എന്ന് പറയുന്നത് ഈ പിന്നെ കുറവനും കുറത്തിയാണ്. ഇതവിടെ ഒരു മലമുഴക്കിന്നോ അങ്ങോട്ട് പേരുള്ളൊരു പക്ഷിയുടെ മലമുഴക്കിന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതാണ് ആ പക്ഷിയുടെ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ആൾക്കാർക്ക് മുകളിൽ കയറി നിന്ന് ഫോട്ടോ എടുക്കുക. അതിനകത്ത് ഇപ്പോൾ ഈ പാട്ട് കേൾക്കുന്നത് ഇപ്പോൾ പുതുതായിട്ട് സെറ്റ് ചെയ്തതാണ്. ഇതാണ് ആ മലമുഴക്കി പക്ഷി. എത്ര രൂപ ഇത് പൈനാപ്പിള്? 50? രൂപ. ഇത് കുറവൻ്റെയും കുറവിയുടെയും പുറകിൽ നിന്നുള്ള കാഴ്ചയാണ്.
ഓ ഇത് സോറി, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. കാനായി കുഞ്ഞിരാമൻ്റെ അല്ല, ശില്പി ജിനൻ CB ഷാഡോസ്, ബാലരാമപുരം 1/8/2005 പണിതാണ്. ഇതാ നമുക്ക് ഫോട്ടോ കാണുന്നുണ്ട് ആ ബോർഡ്. നമ്മൾ പാലക്കാടുകാരനായതുകൊണ്ട് മലമ്പുഴ യക്ഷിയുടെ പണിഞ്ഞുകൊണ്ട് കാനായി കുഞ്ഞിരാമൻ്റെ തന്നെയാണെന്നാണ് വിചാരിച്ചത്. പണ്ട് പല പ്രാവശ്യം വന്നത് നോക്കിയിട്ടുള്ളതാണ്, പക്ഷേ വീണ്ടും മറന്നു. പ്രശസ്തനായ കാനായി കുഞ്ഞിരാമനായതുകൊണ്ട് നമ്മളെപ്പോഴും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ആണെന്നാണ് വിചാരിക്കുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇങ്ങനെ ബെഞ്ചുണ്ട്, ചെറിയൊരു ഇരിക്കാനുള്ള പോയിന്റുകളാണ് ഇതൊക്കെ. അവിടെ താഴെ കാണുന്ന ഒരു റിസോർട്ടാണ്. അവിടെ നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വന്ന് താമസിക്കുകയൊക്കെ ചെയ്യാം. ഓഫ് റോഡ് ജീപ്പുകളൊക്കെ കയറി വന്ന് ഇവിടെ നിന്ന് കറങ്ങിപ്പോകുന്നത്. ഇതാണ് കാഴ്ചകൾ. ഇവിടെ മഴ കഴിഞ്ഞ ഉടനെ വരികയാണെങ്കിൽ കുറച്ചുകൂടെ ഗ്രീനറിയാണ്. ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ആ വേനൽ ബാധിച്ചു കഴിഞ്ഞു. ആ ഇതിപ്പോൾ ഒരു സന്ധ്യയോടെ അടുത്തപ്പോഴത്തേനും ചെറിയൊരു മഞ്ഞ് മാതിരിയുള്ള സീസണായിട്ടാണ് കാണുന്നത്. അവിടെ കാറ്റാടിയൊക്കെ ഉണ്ട് മുകളിൽ, ആ മലയിലൊക്കെ കണ്ടമാനം കാറ്റാടിയുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് വെറുതെ വന്ന് വൈകുന്നേരങ്ങളൊക്കെ ഇരിക്കുന്ന നമുക്ക് സമയം പോകുന്നതൊന്നും അറിയാൻ പറ്റില്ല. അതേമാതിരി രസം, നല്ല കാറ്റുമാണ്. ഇതൊക്കെ താഴെ അതിൻ്റെ ഇതിൽ ജോലി ചെയ്യുന്നവരുടെയൊക്കെ ക്വാർട്ടേഴ്സുകൾ എന്തൊക്കെയാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു താമരക്കുളമുണ്ട് ചെറിയ. ഇതിപ്പോൾ കോളേജ് പിള്ളേർ ഒക്കെ വന്നിട്ട് ഇന്ന് ഒരു 2 ബസ് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ തിരക്കൊക്കെയാണ്. ഇത് ഇപ്പോൾ ഇതിൻ്റെ ഒരു ശില്പത്തിൻ്റെ സൈഡ് പോർഷനാണ് ഈ കാണുന്നത്. ഇതാണിപ്പോൾ മലമുഴക്കി പക്ഷി ആണ് ആ കാണുന്നത്. ദൂരെ നിന്ന് ഒരു സൈഡ് ഫുള്ളായിട്ട് വരുമ്പോൾ നമുക്കത് വൃത്തിയായിട്ടൊരു പക്ഷി ഇരിക്കുന്നതായിട്ട് തന്നെ കറക്റ്റ് അറിയാൻ പറ്റും. അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് കുറവനും കുറത്തിയുടെ ഒരു പ്രതിമ. ഇവിടെ ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കാനൊക്കെ. നമുക്ക് പിള്ളേരൊക്കെ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഇരിപ്പുണ്ട്. നല്ല കാറ്റാണ് ഇവിടുത്തെ. കാറ്റുമാണ്, തണുപ്പുമാണ്. നല്ല ചെറിയ ഡിസംബർ മാസത്തിലൊക്കെ വന്ന കാറ്റുകൊണ്ട് നമുക്ക് ചെവിയൊക്കെ കൊച്ചി പോകും, വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നും. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം നല്ല കാലാവസ്ഥയാണ്. മിതമായ തണുപ്പാണ്, എന്നാൽ വലിയ ചൂടോ അതുമില്ല. എല്ലാവരും ഫോട്ടോ എടുപ്പിൻ്റെയൊക്കെ തിരക്കിലാണ്. ഇടുക്കി വരികയാണെങ്കിൽ എനിക്ക് ഇടുക്കിയിൽ വളരെ ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് രാമക്കൽമേട്. ആ പാറയുടെ മുകളിലോട്ടൊക്കെ ആൾക്കാർ നടന്നു കയറുന്നുണ്ട്. വേണമെങ്കിൽ കുറച്ച് സൂം ചെയ്താൽ നമുക്കറിയാൻ പറ്റും. ഇതാ കണ്ടോ, ഇതാണ് ആ പാറയുടെ അവിടെ കുരങ്ങന്മാരൊക്കെ ഉണ്ട്. ആൾക്കാർ നടന്നു പോകുന്നുണ്ട് താഴോട്ട് കണ്ട വഴി ഇങ്ങനെ. പിന്നെ അങ്ങോട്ട് കാട് പിടിച്ച് കിടക്കുകയാണ്. കുട്ടികളൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് എല്ലാവരും. ഇത് ടീച്ചേഴ്സോ അവരൊക്കെ ഗ്രൂപ്പിൽ ഒരേ സാരിയൊക്കെ ചുറ്റിയിട്ട് ഗ്രൂപ്പായിട്ട് വരുന്നുണ്ട് കുറേ പേര്.
നമ്മൾ കയറി വരുന്ന റോഡാണ്. അവിടെ ബസ്സുകളൊക്കെ കിടക്കുന്ന കാണാം. ഇങ്ങനെ ഇതാണ്ട് അവിടെ കോട്ടേഴ്സുകളുണ്ട്. പച്ചക്കറിലുള്ള കോട്ടേഴ്സ്. നിങ്ങളെന്താ ഈ റെഡ് സാരിയൊക്കെ ഒരേ ഗ്രൂപ്പാ? എവിടെ നിന്നാണ്? വൈക്കത്തുനിന്ന്. ബസ്സിനാണോ? ടൂറിസ്റ്റ് ബസ്? ട്രാവലർ എടുത്തല്ലേ? എല്ലാവരും ഒരേ സാരി. ഇതാണ് കുറവനംകുറത്തിയുടെ താഴെ നിന്നുള്ള വ്യൂ. ഇവരെല്ലാം ഒരു ഗ്രൂപ്പ് ട്രാവലർ വൈക്കത്തു നിന്ന് വന്നവരാണെന്നാണ് പറയുന്നത്. ഇതാണ് നമുക്ക് ഇതുണ്ടോ ഇപ്പം ഇങ്ങനെ ഇടുക്കി ജില്ലയിൽ രാമക്കൽമേട് എന്ന് പറയും. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. രാമക്കൽമേട്ടിൽ നിന്നുള്ള വീഡിയോ. ഓക്കെ, താങ്ക് യു. ഓഫ് ചെയ്തില്ലേ? ശരി.